Hi friends, it's me Jafar. I think all of you are fine and safe. It's a long time we have met. May the entire world easily recover from the pandemic disease. So please subscribe my channel JAF Zone and press the bell icon in order to get the updates. Welcome back to physics. Now we have already discussed the first two chapters, effects of electric current and magnetic effect of electric current. In both of the chapters, while giving electricity to a circuit or a device, what changes are occurring or what are the effects produced in that circuit. Now we are studying the new chapter, the 10th standard physics, new chapter, the third chapter, electromagnetic induction. Electromagnetic induction. അപ്പോൾ ഫസ്റ്റ് രണ്ട് ചാപ്റ്ററിൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആയാലും മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആയാലും നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. ആ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ എന്തൊക്കെ ഇഫക്ട്സ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ തേർഡ് ചാപ്റ്ററിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹൗ വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി, എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് ദ ഫേമസ് സയന്റിസ്റ്റ് മൈക്കിൾ ഫാരഡേ. ഹി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റ്സ്. ഹി പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ഫ്രം ദി മാഗ്നറ്റിക് ഫീൽഡ് or he generated electricity from the magnetic field. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു മൈക്കിൾ ഫാരഡേയുടെ ഏറ്റവും വലിയ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ച് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇഷ്ടം പോലെ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. നൗ വി ആർ സ്റ്റാർട്ടിങ് അവർ ന്യൂ ലെസൺ. I think all of you are familiar with bar magnet. Bar magnet. Rectangular shaped magnets are known as bar magnets. And the bar magnets have two poles, north pole and south pole. Here, the magnetic lines of force are traveling from north to south. Magnetic lines of force നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് വരുന്നത്, അല്ലെ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നു. Magnetic lines of force are starting from the north pole and end in the south. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ വരുന്നത് എവിടുന്നാണ്? നോർത്ത് പോളിൽ നിന്ന് എവിടേക്കാ വരിക? സൗത്ത് പോളിലേക്കാണ് വരുന്നത് എന്നർത്ഥം. The total number of magnetic lines of force, ഒരു മാഗ്നറ്റിന് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള the total number of magnetic lines of force is known as magnetic flux. അപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള എല്ലാ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനും കൂടെ പറയുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ്. സോ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ ദാറ്റ് മീൻസ് ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ്. എന്തിൽ ചേഞ്ച് ഉണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ്, ആ ബാർ മാഗ്നറ്റിന്റെ സറൗണ്ട് ചെയ്തിട്ട് ഇഷ്ടം പോലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് പോകുന്നത്. The total magnetic lines of force around a bar magnet is known as magnetic flux. If there is any change in the magnetic lines of force, so there will be a change in the magnetic flux. Okay, ഈ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന്റെ സഹായം കൊണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്.
Now look at the picture. Here there is a solenoid, and that solenoid is connected to a galvanometer. ആ സോളിനോയിഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗാൽവനോമീറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. I think all of you are familiar with the galvanometer. ഗാൽവനോമീറ്ററിന്റെ സെൻട്രൽ ഭാഗത്താണ് എന്തുണ്ടാവുക? അതിന്റെ സൂചി ഉണ്ടാവുക. ദാറ്റ് ഈസ് 0. ഇവിടെ നിങ്ങോട്ട് കുറേ റീഡിങ്സ് ഉണ്ടാവും, അതേപോലെ ഇങ്ങോട്ടും കുറേ റീഡിങ്സ് ഉണ്ട്. Galvanometer is a device in which we will get the direction and the magnitude of the current. കറണ്ട് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും അറിയാൻ പറ്റുന്ന ഒരു ഡിവൈസിനാണ് നമ്മളെന്തെന്ന് പറയാം? ഗാൽവനോമീറ്റർ എന്ന് പറയാം. ഗാൽവനോമീറ്ററിൽ ചെറിയ സ്മാൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അത്രയും മൈന്യൂട്ടായിട്ടുള്ള കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ പറ്റും, അതേപോലെ തന്നെ ആ കറണ്ടിൻ്റെ ഡയറക്ഷനും അറിയാൻ പറ്റും. നൗ ഇഫ് യു ആർ കണക്ടിങ് ദിസ് ഗാൽവനോമീറ്റർ ഇൻ ടു എ ഡിവൈസ്, ഒരു ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് നീഡിൽ ഡിഫ്ലക്സ്, ഈ നീഡിലൊരു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഡിഫ്ലക്ഷൻ ഉണ്ടായാൽ അതിനർത്ഥം എന്താണ്? ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആ സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ ഉണ്ട് എന്നർത്ഥം അല്ലേ? എന്നാൽ ആ മാഗ്നറ്റിക് നീഡിൽ ഈ ഭാഗത്തോട്ടാണ് ഡിഫ്ലക്ട് ചെയ്തത്. ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഈസ് ടുവേർഡ്സ് ദിസ്. ആ ഭാഗത്തോട്ടാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി, അതിന്റെ ഡയറക്ഷനും മനസ്സിലായി. ഇനി ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഈ ഭാഗത്തോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദിസ് സൈഡ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനും അതിന്റെ സാന്നിധ്യവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡിവൈസാണ് എന്ത്? ഗാൽവനോമീറ്റർ. അപ്പൊ നോക്കിയേ, ഒരു സോളിനോയിഡ് എടുത്തു. ആ സോളിനോയിഡിനെ വി ആർ കണക്ടിങ് ടു എ ഗാൽവനോമീറ്റർ ആൻഡ് എ ബാർ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ്. ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്ലേസ് ചെയ്തു. ആ സോളിനോയിഡിന്റെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്? ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, ഒരു സോളിനോയിഡ് ഉണ്ട് ഗാൽവനോമീറ്ററിലേക്ക്. ഇപ്പൊ എന്താ കാണാ? ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എവിടെ ഉണ്ടാവും? സെൻട്രൽ തന്നെ ഉണ്ടാവും. ദാറ്റ് മീൻസ് അത് 0-ൽ തന്നെ നിൽക്കുന്നു എന്നർത്ഥം. എന്നാൽ while we are moving this bar magnet into the solenoid, ഈ ബാർ മാഗ്നറ്റിനെ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ he noticed that the galvanometer needle deflects. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് an electric current is induced in this. ഇതിൽ എന്തുണ്ട്? there is a flow of electric current. ഇതിൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ ഉണ്ട് എന്നർത്ഥം. While the bar magnet is moved out of the solenoid, സോളിനോയിഡിൽ നിന്ന് നമ്മൾ ബാർ മാഗ്നറ്റിനെ പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ that time also the galvanometer needle deflects the opposite direction. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്ട് ചെയ്യുന്നു. So both of the time the galvanometer needle deflects. That means there is a flow of electric current. Now if you are placing this bar magnet into the solenoid and it is kept as stationary, സോളിനോയിഡിന്റെ ഉള്ളിൽ നമ്മൾ ബാർ മാഗ്നറ്റിനെ വെച്ചു, and it is kept as stationary. അത് റെസ്റ്റ് പൊസിഷനിലാണ്. ബാർ മാഗ്നറ്റ് ഇപ്പോൾ റെസ്റ്റിലാണുള്ളത്. Now we are moving this solenoid in and out. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ഈ സോളിനോയിഡിനെ എങ്ങനെ മൂവ് ചെയ്യിക്കാന്ന് വിചാരിക്കാം. At the time also we can see the galvanometer needle deflects. ആ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗാൽവനോമീറ്ററിന്റെ നീഡില് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ എന്തുണ്ട്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. അപ്പൊ ഇതില് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്താ? വൈൽ ഇൻട്രൊഡ്യൂസിങ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ മാഗ്നറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് ആരുണ്ട്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിനെ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു.
മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാറ്റ് മീൻസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, സോ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ എവിടെ ചേഞ്ച് ഉണ്ടായി? മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായി. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു കണ്ടക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായപ്പോ എന്ത് കണ്ടു? ദർ ഇസ് എ EMF is induced or a current is induced, and that process is known as electromagnetic induction. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. Now you can look at the textbook. We can see a picture. From the first figure, a magnet is moving into the solenoid. സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ബാർ മാഗ്നറ്റിനെ കൊണ്ടുവരികയാണ്. So you can see the galvanometer needle deflects to one side. ഒരു ഡയറക്ഷനിലോട്ട് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ റിഫ്ലക്ട് ചെയ്യുന്നു. That means there is a current is induced. In the second picture, when the bar magnet is moved out of the solenoid, സോളിനോയിഡിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ the galvanometer needle deflects the opposite direction. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ബാർ മാഗ്നറ്റിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് എന്തുണ്ടാകുന്നത്? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടത്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ നിങ്ങൾക്ക് മാഗ്നറ്റ് സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ തന്നെ നോർത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സൗത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, മാഗ്നറ്റ് സ്റ്റേഷനറി ആണെങ്കിൽ ഒക്കെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, whenever there is a change in the magnetic flux linked with a coil, an EMF is induced in this coil. And that process is known as electromagnetic induction. ഈ കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ ഈ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. This phenomena is known as electromagnetic induction. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. The current thus produced is known as induced current. ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന കറണ്ടിന് എന്താ പറയാ? ഇൻഡ്യൂസ്ഡ് കറണ്ട്. And the voltage thus produced is known as induced EMF. അങ്ങനെ ഉണ്ടാകുന്ന വോൾട്ടേജിന് പറയുന്ന പേരാണെന്ത്? ഇൻഡ്യൂസ്ഡ് EMF. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വോൾട്ടേജിനെ ഇൻഡ്യൂസ്ഡ് EMF എന്നും പറയുന്നു. Now you got it? Yes. Now what are the factors affecting induced EMF? ഇൻഡ്യൂസ്ഡ് EMFനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, സോളിനോയിഡ് ഉണ്ട്, ഗാൽവനോമീറ്റർ ഉണ്ട്. Now if you are increasing the number of turns in the solenoid, ഈ സോളിനോയിഡിലെ നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മളൊരു ബാർ മാഗ്നറ്റിനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അപ്പോ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോ ഇവിടെ കിട്ടുന്ന EMFന്റെ അളവ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്പർ 1, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സോളിനോയിഡ്സ്. ഏതിലെ? സോളിനോയിഡിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ EMF ഇൻക്രീസ് ചെയ്യപ്പെടും. നമ്പർ 2,
അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ഹാവ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. കുറച്ചും കൂടെ പവറുള്ള ഒരു മാഗ്നറ്റ് ഉപയോഗിക്കാം. പവറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്ഷനും റിപ്പൾഷനൊക്കെ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ പവർ ഉണ്ടാവണം. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും അല്ലേ? അപ്പോഴല്ലേ അതിന്റെ സ്ട്രെങ്ത് കൂടുക. അപ്പൊ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം എന്തായി? കൂടുതലായി. സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ change in magnetic flux also increases, so the induced EMF also increases. So the number 2, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് strength of the magnet. Strength of the magnet. Number 3, മൂന്നാമത്തത്. ഓക്കെ, നമ്മൾ ഈ സോളിനോയിഡിനെ റെസ്റ്റ് പൊസിഷനിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മാഗ്നറ്റിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? മൂവ് ചെയ്യിക്കുക. അങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗാൽവനോമീറ്ററിന്റെ നീഡിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ കൂടുതലായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ആൾസോ ഇൻക്രീസിങ്. ഇനി ഇപ്പൊ നമ്മൾ ആരെ മൂവ് ചെയ്തത്? മാഗ്നറ്റിനാണ് മൂവ് ചെയ്തത്. ഇനി നമ്മൾ ബാർ മാഗ്നറ്റിനെ സ്റ്റേഷനറി ആക്കി വെക്കുക. എന്നിട്ട് ഈ സോളിനോയിഡിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ കൂടുതലായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ അളവെന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്പർ 3, സ്പീഡ് ഓഫ് മോഷൻ. Speed of motion of magnet or solenoid. സോളിനോയിഡിന്റെയോ അല്ലെങ്കിൽ മാഗ്നറ്റിന്റെയോ സ്പീഡ് ഓഫ് മോഷൻ. അപ്പോൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ദി ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: നമ്പർ 1, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സോളിനോയിഡ്. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യും. Number 2, strength of the magnet increases, the induced EMF also increases. Speed of motion of magnet or solenoid, അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നർത്ഥം. ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? ഡയറക്ഷൻ ഓഫ് ദി മോഷൻ ഓഫ് ദി കണ്ടക്ടർ. ഒന്ന് ആരുടെ ഡയറക്ഷൻ? ഡയറക്ഷൻ ഓഫ് ദി മോഷൻ of the conductor. Number 2, അടുത്തത് എന്ത് കിട്ടണം? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്പർ 3, ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഈ 3 ഫാക്ടേഴ്സിനെ കുറിച്ച് ബന്ധപ്പെടുത്തുന്ന ഒരു റൂളാണ് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ. ഇമാജിൻ എ കണ്ടക്ടർ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടർ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടർ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യണം. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിന്റെ തമ്പ്, ഫോർ ഫിംഗർ, അതേപോലെ തന്നെ മിഡിൽ ഫിംഗർ, ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ ഇത് സ്ട്രെച്ച് ചെയ്യണം. അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി മോഷൻ ഓഫ് ദി കണ്ടക്ടർ. തമ്പ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇത് indicates the direction of the motion of the conductor. Then the forefinger indicates the direction of the magnetic field, and the middle finger indicates the direction of the current. അപ്പോൾ direction of the motion of the conductor, direction of the magnetic field, direction of the current. ഇതിനെ കുറിച്ച് പറയുന്ന റൂളാണ് Fleming's right hand rule, and this rule is related to electromagnetic induction. എന്നാൽ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. ആ റൂൾ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് റിലേറ്റഡ് ടു മോട്ടോർ പ്രിൻസിപ്പിൾ. ഹിയർ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദ റൈറ്റ് ഹാൻഡ് റൂൾ ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂളുമായി ബന്ധപ്പെട്ട ഒരു ഫിഗർ നിങ്ങൾ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് കൊടുത്തിരിക്കുന്നു?
കണ്ടക്ടർ, ഒരു കണ്ടക്ടർ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് എന്താണ്? സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, middle finger and thumb of the right hand in mutually perpendicular direction, and if the thumb indicates the direction of the motion of the conductor, then the forefinger indicates the direction of the magnetic field and the middle finger indicates the direction of the current. And this is what is known as Fleming's right hand rule. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. So we are moving to the next topic, that is direct current and alternating current. രണ്ട് തരത്തിലുള്ള കറണ്ട് ഉണ്ട്. വൺ ഈസ് ഡയറക്റ്റ് കറണ്ട് ആൻഡ് അനദർ വൺ ഈസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയറക്റ്റ് മീൻസ് ഡി സി കറണ്ട് ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് മീൻസ് എ സി കറണ്ട്. ഡി സി കറണ്ട് ഉണ്ട്, എ സി കറണ്ട് ഉണ്ട്. നമ്മളെ വീടുകളിൽ വരുന്ന അല്ലേ കുറേ ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോക്കിൽ ബാറ്ററി, ടോർച്ചിലെ ബാറ്ററി, വാച്ചസിൽ, ഇതൊക്കെ എന്താണ്? ഡി സി കറണ്ടാണ്. എന്നാൽ ഫ്രിഡ്ജ്, ടി വി, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് ബൾബ്, നമ്മളെ വീടുകളിൽ കാണുന്ന മിക്കവാറും എല്ലാ ഡിവൈസും ദേ ആർ വർക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സി കറണ്ട്. നോക്കിയേ, ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട് നിങ്ങൾ. ആ ഫിഗറിൽ എ റെസിസ്റ്റർ വിച്ച് ഈസ് കണക്റ്റഡ് ടു എ സെൽ, ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്വിച്ച് ആൻഡ് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് റെസിസ്റ്റൻസ് വഴി എന്ത് ചെയ്യും? പോകാൻ തുടങ്ങും. അങ്ങനെ പോകുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ സൂചി എന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്തോട്ട് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലെ? ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബാറ്ററിയാണ്. അപ്പോൾ ഒരു ഭാഗത്തോട്ട് മാത്രം എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. മറ്റൊരു ഭാഗത്തോട്ട് നമുക്ക് എന്ത് ചെയ്യില്ല? ഡിഫ്ലക്ഷൻ കാണാൻ പറ്റില്ല. അപ്പൊ അതിനർത്ഥം എന്താ? ദ കറന്റ് ട്രാവൽസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ദ കറന്റ് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈസ് നോൺ ആസ് ദ ഡി സി കറന്റ്. ദ കറന്റ് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡി സി കറണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, നമ്മൾ നേരത്തെ കണ്ട അതേ എക്സ്പെരിമെന്റ് തന്നെയാണ്. സോളിനോയിഡ്, ബാർ മാഗ്നറ്റ് ആൻഡ് ഗാൽവനോമീറ്റർ. നമ്മൾ ഈ ബാർ മാഗ്നറ്റിനെ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് ഇൻ ആൻഡ് ഔട്ട്, ഉള്ളിലേക്കും പുറത്തേക്കും നമ്മൾ വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട്സ്. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ബോത്ത് ദ സൈഡ്സ്, രണ്ട് ഭാഗത്തോട്ടും എന്ത് ചെയ്യും? ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഡയറക്ഷനിലോട്ടുണ്ട്. അത്തരത്തിലുള്ള കറണ്ടിനെ നമ്മൾ എന്തെന്ന് പറയാം? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. സോ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ദ കറണ്ട് that flows or that changes its direction at a regular interval of time. The current, its direction changes at a regular interval of time. Regular intervalil കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ എ സി കറണ്ട്. അപ്പോൾ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്താൽ അതിനെ ഡി സി എന്ന് പറയും. ഡയറക്ഷന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? എ സി കറണ്ട് എന്ന് പറയുന്നു. These are the topics that we have studied now in this class, and the topics are electromagnetic induction, then what are the factors that are affecting the induced EMF, Fleming's right hand rule, DC current, AC current. So you see the videos of this class very well and prepare the notes, and see you again on the next class. Thank you. Signing out.